ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. റോഡ് വളരെ മനോഹരമാണ്. ചുറ്റും പച്ചപ്പും ചെറിയ മലഞ്ചെരിവുകളും കാണാം. വഴിയിലൊക്കെ കാണുന്ന ചെറിയ കഫേകളും ഗ്രാമങ്ങളും യൂറോപ്പിലെ ഗ്രാമീണ സൗന്ദര്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. റോഡ് സൈഡിലൂടെ നീളുന്ന പഴയ വീടുകളും കാറ്റിൽ ഉലയുന്ന മേച്ചിൽ തട്ടുകളും എല്ലാം ചേർന്ന് ഈ യാത്ര അതീവ മനോഹരമാക്കിയിരിക്കുന്നു. ഫ്രാൻസിൻ്റെ പരിമളത്തിൽ നിന്ന് ബെൽജിയത്തിൻ്റെ ശാന്തതയിലേക്ക് കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. വീതിയേറിയ റോഡുകളും നിയമങ്ങളനുസരിക്കുന്ന ഡ്രൈവർമാരും പച്ചപ്പും മഞ്ഞയും പച്ചയും ഓറഞ്ചോടുകൂടി നിൽക്കുന്ന മരങ്ങളും കണ്ണുകൾക്ക് നല്ല വിരുന്നൊരുക്കുന്നു. പച്ചപ്പിൽ മൂടിയ യൂറോപ്പിൻ്റെ ഗ്രാമപാതകളാണ് കടന്നു പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയിലും ആൽബങ്ങളിലും കഥകളിലുമൊക്കെ അറിഞ്ഞ യൂറോപ്പിൻ്റെ ഭംഗി നേരിട്ട് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. ബെൽജിയത്തിലെ കാട്രൈബാസ് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കാട്രൈബാസിൽ യുദ്ധം ഓർമ്മിപ്പിക്കുന്ന നിരവധി സ്മാരകങ്ങൾ ഇന്നുമുണ്ട്. അടുക്കും ചിട്ടയോടെ നിൽക്കുന്ന മരങ്ങളും അതിൽ നിന്ന് അടർന്നു വീണിരിക്കുന്ന സ്വർണ്ണ കളറിലുള്ള ഇലകളും പാദങ്ങൾ പതിപ്പിച്ച് കടന്നു പോകാൻ പറ്റുമോ എന്ന് സന്ദേഹിക്കുകയാണ്. വലിയ വലിയ കെട്ടിടങ്ങളും യൂണിവേഴ്സിറ്റികളും നമുക്ക് കാണാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കല്ലുകൾ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇലകൾ പൊഴിഞ്ഞു കിടക്കുന്നു. 11-ാം നൂറ്റാണ്ടിൽ പണിയിപ്പിച്ച ഒരു പള്ളിയാണ് ഇത്. ഗോത്തിക് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1962 ദേശീയ കത്തീഡ്രലായിട്ട് ഇത് അംഗീകരിച്ചിട്ടുണ്ട്. രാജകുടുംബം സർവീസ് കൂടുന്നത് ഈ പള്ളിയിലാണെന്നാണ് അറിഞ്ഞത്. അതിമനോഹരമായ ഒരു പള്ളിയാണ്. ഞങ്ങൾ കടകളൊക്കെ കണ്ട് പൂക്കളൊക്കെ കണ്ട് ഞങ്ങൾ ലഞ്ച് ലോക്കൽ ഫുഡാണ്, ഫിഷ് വിത്ത് വെജിറ്റബിൾസ്. അവിടെ നിന്ന് ഞങ്ങൾ ഗാലറി റോയൽ സെയിൻറ്റ് ഹ്യൂബറി വന്നു. ഇതാണ് ബെൽജിയത്തിൻ്റെ ഹൃദയം, ബെൽജിയത്തിലെ മനോഹരമായ ഗാലറി. യൂറോപ്പിലെ ഏറ്റവും പഴയ ഷോപ്പിംഗ് ആർക്കേഡാണ്. ഇവിടെ വെളിച്ചവും കലയും ഷോപ്പിങ്ങും എല്ലാം ഒത്തുചേർന്ന മനോഹരമായ ഒരു ലോകമാണ്. ലക്ഷറി ഷോപ്പിംഗ് ഒക്കെ നടത്താൻ ഇവിടെ വരാം. ചോക്ലേറ്റ്, ബ്യൂട്ടിക്കുകൾ, പെർഫ്യൂം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ നമുക്ക് നല്ല കൂടിയ വിലയ്ക്ക് ലഭ്യമാണ്. മേൽക്കൂര ഗ്ലാസ് കൊണ്ടാണ് ഇവിടെ പണിതിരിക്കുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. പല രാജ്യത്തുനിന്ന് സന്ദർശിക്കാൻ വന്നവരും ഷോപ്പിങ്ങിന് വന്നവരും എല്ലാം കൂടെ ആകെപ്പാടെ ബഹളമാണ് ഇവിടെ. നല്ല കഫേകളുണ്ട്. ചോക്ലേറ്റിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ന്യൂഹൗസാണിത്. അദ്ദേഹത്തിൻ്റെ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് പ്രാലൈൻ ചോക്ലേറ്റിൻ്റെ ഉപജ്ഞാതാവ്. 1912 അദ്ദേഹം പ്രാലൈൻ ന്യൂഹൗസ് ചോക്ലേറ്റ് ബ്രാൻഡ് രൂപപ്പെടുത്തി. പിന്നീട് ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലേസിലേക്കാണ് പോയത്. ഇവിടെ ടൗൺ ഹാളുണ്ട്, ധാരാളം കടകളുണ്ട്. 4 ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങളാണ്. വലിയ വലിയ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ധാരാളം ആൾക്കാരിവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അതിനിടയിൽ മലയാളം സംസാരിക്കുന്ന ധാരാളം പേരെത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിലെല്ലാം സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ് അറിവ്. സൂര്യൻ പ്രകാശം അടിക്കുമ്പോൾ മനോഹരമായി തിളങ്ങുന്നതായി നമുക്ക് കാണാവുന്നതാണ്. 15-ാം നൂറ്റാണ്ടിലെ ഗോത്തിക് വാസ്തുവിദ്യ പ്രകാരം പണിതാണ് പല കെട്ടിടങ്ങളും. ടൗൺ ഹാളിലെ കൊത്തുപണികളും തൂണുകളുമൊക്കെ കാണാൻ അതിമനോഹരമാണ്. ഏഗിൻസ് നോസ്റ്റർഡാം ഡീ ലാ ചാപ്ലെ എന്ന് പറയുന്ന പള്ളി ഇവിടെയുണ്ട്.
മനോഹരമായ കരിങ്കൽ കൊത്തുപണികൾ, വർണ്ണാഭമായ ചില്ലുജാലങ്ങൾ എന്നിവയാൽ ഇവ പ്രശസ്തമാണ്. മന്നയ്ക്കൽ പീസ് എന്ന് അറിയപ്പെടുന്ന ഒരു കൊച്ചുകുട്ടി ബോംബിൻ്റെ വയറിൽ കത്തിക്കൊണ്ടിരുന്നത് മൂത്രമൊഴിച്ച് കെടുത്തി ഒരു നാടിനെ രക്ഷിച്ചു എന്ന ഓർമ്മയ്ക്കായി ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ശില്പം. 1388 ആദ്യം ഇത് സ്റ്റോൺ കൊണ്ട് പണിതത്. പിന്നീട് അത് 1619 ജെറോം ഡ്യൂക്സ്നോയിഡ് എന്ന വ്യക്തി ബ്രോൺസിൽ പുതുക്കി പണിതു. നല്ല ചാറ്റൽ മഴയുണ്ടായിട്ടും ആൾക്കാരിവിടെ ഇടിച്ചു നിൽക്കുകയാണ്. ഇവിടെയുള്ള കടകളിലെല്ലാം ആ കുട്ടിയുടെ പലതരത്തിലുള്ള രൂപങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നേരത്തെ ഡ്രസ്സ് അണിയിച്ചിരുന്നില്ല, ഇപ്പോൾ എല്ലാ ദിവസവും ഡ്രസ്സ് മാറുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഗാഡ്രോബ് മണ്ണയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഗാലറി തന്നെയുണ്ട്. ഈ കുട്ടിയുടെ ഡ്രസ്സ് തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെയും പട്ടിയുടെയും ഒക്കെ സ്റ്റാച്ചു ഉണ്ട്. എവിടെ നോക്കിയാലും പൂത്തൊലഞ്ഞു നിൽക്കുന്ന ചെടികൾ കാണാം. ഫ്ലാറ്റിൻ്റെ ജനലിൻ്റെ സൈഡിലെല്ലാം ചെടികൾ കാണാം. യാത്ര തുടരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക്